ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും ആഫിയത്തും ഉണ്ടാവട്ടെ. അതേപോലെ തന്നെ എനിക്കും എൻ്റെ കുഞ്ഞു മക്കൾക്കും വേണ്ടി നിങ്ങളും ദുആ ചെയ്യണം കേട്ടോ മക്കളെ. അപ്പോൾ മൂടേരിൻ്റെ പൊടിയാണ് ഇത്. നല്ലോണം നനച്ച് വെക്കണം. ഉപ്പൊക്കെ കൂട്ടി നല്ലോണം നനച്ച് വെക്കുക. പുട്ടിൻ്റെ പൊടി അങ്ങനെ എപ്പോഴും നനച്ച് വെച്ചാലേ ഉള്ളൂ നല്ലോണം പുട്ട് ചുട്ടാൽ നന്നാവുള്ളൂ. അപ്പോൾ ഞാൻ എന്താക്കി കുറച്ച് തേങ്ങ ചിരണ്ടണം. കടല കഴുകിയിട്ട് അതിലേക്കുള്ള വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് ഞാൻ കുക്കറിൽ വെച്ചിരിക്കുന്നു. ഒന്ന് വിസലടിക്കാൻ 2-3 വിസലടിച്ചിട്ട് അത് ഇറക്കി വെക്കണം. പിന്നെ അങ്ങനെയുള്ള ഒരുപാട് പണിയിലാണ്. ഇന്ന് കുട്ടികൾ പോകാനുള്ള ഒരുക്കത്തിലാണ്. കുട്ടികളെ വാപ്പ വരുന്നുണ്ടെന്ന് പറഞ്ഞ് കുട്ടികൾക്ക് പോകാനും ഇഷ്ടമൊക്കെ തന്നെയാണ്. അപ്പം നബിദിനത്തിൻ്റെ ചോറ് കൊണ്ടുവന്നിങ്ങനെ. അപ്പം പിന്നെ പുട്ട് ചുടണം. ഞാൻ 2 കുറ്റി പുട്ടേ ചുടണുള്ളൂ. കാരണം നബിദിനത്തിൻ്റെ ചോറുണ്ട്. അപ്പോൾ അത് മക്കൾക്ക് കൊടുക്കും ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 കുറ്റി പുട്ടേ ചുടണുള്ളൂ. കൂടുതൽ ചുടണില്ല. പിന്നെ അപ്പോൾ മക്കൾ പോയി കഴിഞ്ഞാൽ അവിടെ ആരാ തിന്നാനുള്ളത്? ഞാനും വല്യാപ്പ ഉള്ളൂ. വല്യാപ്പക്കാണ് ഭയങ്കര ബേജാറുള്ള പോയിക്കുന്നത്. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കുട്ടികളെ. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഒന്നിങ്ങനെ ഒരു സമാധാനമില്ല. കുറ്റിച്ചൂട് മക്കളുണ്ടാകുമ്പോൾ നമുക്കൊരു സമാധാനം. നമ്മളെ ജീവിതവും മക്കളും ഒക്കെ ആയിട്ട് അവിടെ തട്ടിമുട്ടി പോവുകയാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. ഓർക്ക് സന്തോഷം സമാധാനം കിട്ടും വേണം. വയസ്സാം കാലത്ത് നമ്മൾ എത്ര കാലം വരെ വെച്ചിട്ട് ആ മക്കളെ നോക്കും. അപ്പോൾ ഓന് സ്നേഹത്തോടെ ആ മക്കളെയും കുട്ടികളൊക്കെ ആയിട്ട് പോയി കിട്ടിയാൽ ഒരുപാട് സമാധാനമാണ്. പക്ഷേ എന്താ പറയുക, സമാധാനം ഇല്ലാത്തത് ആ അമ്മ ശരിയല്ലാത്തതിനെ കൊണ്ടാണ് മക്കൾ അങ്ങോട്ട് പോകാത്തതും മക്കളവൻ കൊണ്ടാവാത്തതും എനിക്ക് തോന്നുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനാണ് മക്കളെ? മര്യാദയ്ക്ക് ആ മക്കൾ അവിടെ പഠിച്ച് ഓൻ്റെ കൂടെ ഓൻ്റെ സംരക്ഷണത്തിലാവുമ്പോൾ നമുക്കൊരു സമാധാനം. വയസ്സാം കാലത്ത് നമ്മളടുത്ത് ഉള്ളത് എന്താ വെച്ചാൽ ആ മക്കളെ കാണാൻ പോകുമ്പോൾ മക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പോരുക എന്നൊക്കെ ചെയ്താൽ മതി. പ്രായമായി വരില്ല കുട്ടികളെ. എന്നാലും വേണ്ടിയില്ല. ഇനി പോരുമ്പോൾ ഇന്ന് പോവാന്ന് അറിഞ്ഞ് അതിനുള്ള ഒരുക്കത്തിലാണ്. മദ്രസയിൽ പരീക്ഷ ഉള്ളതിനെ കൊണ്ടാണ് നേരം വെയ്യത്. അല്ലാന്നുണ്ടെങ്കിൽ 4 ദിവസം മുമ്പെങ്കിലും ഒരു പോവേനി. പിന്നെ മദ്രസയിലെ പരീക്ഷ കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് വിചാരിച്ച്. പിന്നെ പുട്ടൊക്കെ ചൂടുകയാണെങ്കിൽ പുട്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ റാക്കിൻ്റെ മുകളിൽ മുഴുവനും പൊടി തൊയ്യും മക്കളെ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വന്ന് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു. ഇവിടെ ഒക്കെ ബാഗിലേക്ക് സെറ്റ് ചെയ്യാൻ ആദ്യം തന്നെ എല്ലാ സാധനങ്ങളും കട്ടുമ്മൽ വെച്ചാൽ വേഗം എടുക്കാമല്ലോ വെച്ചിട്ട് അതിതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്ന്. കാരണം പണി എല്ലാം കൂടി ഞാനൊരാൾ എടുക്കണ്ടേ. അപ്പോൾ തേങ്ങാക്കൊത്തൊന്ന് ചെറുതാക്കി റേക്കിൻ്റെ മുകളിൽ വെച്ച് മുറിച്ചെടുത്തിക്കണം. ഇനി ഇതൊന്ന് തേങ്ങാക്കൊത്തുകൊണ്ട് നമ്മളെ കടലൊന്ന് വറവിടണം. കുട്ടികൾ അതൊക്കെ ചെയ്യണമെന്നല്ലേ ഉള്ളൂ. മനസ്സെവിടോ ആണ്, എന്തൊക്കെയോ ബേജാറാണ്. കുട്ടികളതൊക്കെ എല്ലാ സാധനങ്ങളും ബാഗിലാക്കി കൊടുക്കണം. കാരണം എന്താ പറയുക, ഇതൊന്നല്ലാതെ ഒക്കെ പോയി കഴിഞ്ഞാൽ ഓക്കെ അറിയും കൂടിയില്ല. ഓളൊന്നും അറിയില്ലല്ലോ എന്താ ചെയ്തേണ്ടി എന്തൊക്കെ എടുത്ത് വെക്കേണ്ടിയും കൂടി ഓക്കെ അറിയില്ല. ഞാനെല്ലാം കുട്ടികളുടെ ഇന്നറും കാര്യങ്ങളെല്ലാം കൂടി ഒരു ബാഗിലാക്കിക്കുന്നു. കുട്ടികൾക്ക് വീട്ടിലിടുന്നത് ഒരു ബാഗിലാക്കിക്കുന്നു. പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ ഇടാനുള്ളത് ഒരു ബാഗിലാക്കിക്കുന്നു. ഒന്നും പറയേണ്ട മക്കളെ. ദിയമോളോട് ഞാൻ പറഞ്ഞു, ദിയമോളെ അൻ്റെത് എല്ലാം ഒരു ബാഗിലാക്കി വെക്ക്, നമുക്ക് എല്ലാം കൂടി കഴിയുന്നില്ലായിരുന്നു. പിന്നെ മോളെ തന്നെ ഞാനൊരു ബാഗിലാക്കി കൊടുക്കണം. വീട്ടിലിടാനുള്ളതും പുറത്തിടാനുള്ളതും അങ്ങനെയൊക്കെ ആയിട്ട് ചെരുപ്പെല്ലാം കൂടി എടുത്ത് വെച്ചിരിക്കുന്നത്. വീട്ടിൻ്റെ ഉള്ളിലൊന്നും പുറത്തൊന്നും നടന്നു പോകാൻ ചെരുപ്പ്, വീട്ടിൻ്റെ ഉള്ളിടാണ് ചെരുപ്പ് വേറെ, എല്ലാം വേറെ ആക്കി റെഡിയാക്കി വെച്ചിരിക്കുക. ഇന്ന് രാവിലെ തുടങ്ങിയ പണിയാണ് മക്കളെ. ഇതൊക്കെ ഇവരൊരു 4 ദിവസത്തേക്ക് പോവുകയാണെങ്കിൽ കുട്ടിക്ക് 4 ദിവസം നിൽക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളും കൊടുക്കണ്ട. ഞാൻ പറഞ്ഞു ഒന്നും അലക്കാനും ആക്കാനും നിൽക്കണ്ട. 4-5 ദിവസമല്ലേ ഉള്ളൂ. ഈ ഇട്ട് കഴിച്ച ഡ്രസ്സൊക്കെ വേറൊരു കവറിലേക്ക് ഇട്ട് വെച്ചോണ്ടി പോരുമ്പോൾ അങ്ങോട്ടൊക്കെ നുള്ളി പെറുക്കി എടുത്തോണ്ടി അവിടെ ഇവിടെ ആയി പോകരുത് കേട്ടോ മക്കളെ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിക്കണ്. എല്ലാം ബാഗിലൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. പഴയത് ഇടാൻ കഴിച്ചിട്ടത് ഇടാനൊരു ബാഗ് വേറെ വെച്ചിരിക്കുന്നു. എല്ലാം ഒരു കഥയാണ് മക്കളെ. അപ്പം കടലേൻ്റെ കറിയും അയക്കിന്, പുട്ടും ചുട്ടിക്കണ് മക്കളെ. ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം. പുട്ട് ചുട്ടാൽ റേക്ക് മുഴുവൻ എന്തോ പോലെ നാറിക്കിടക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ എനിക്ക് അകത്തേക്ക് തന്നെ പോകണം. കാരണം ഈ പണി കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കണം. പിന്നെ ബിരിയാണി ഉണ്ട് മക്കളെ. അതൊക്കെ കൊണ്ടുവന്ന് കുറച്ച് തോനുണ്ട് ബിരിയാണി. അപ്പോൾ അത് ഇനിയിപ്പോൾ മക്കൾക്ക് എങ്ങനെ തിന്നിച്ചു കൊടുക്കണം. അതിനോട് ഞാൻ 2 കുറ്റി പുട്ടേ ചുട്ടിട്ടുള്ളൂ, നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ മക്കളെ കാര്യങ്ങളും നോക്കണം, ഇത് അടുക്കളയിലത്തെ പണി എടുക്കണം. അപ്പോൾ ഞാൻ തിരുമ്പൽ അവിടെ നിർത്തി വെച്ച്. അപ്പോൾ എന്നോട് വല്യാപ്പ പറഞ്ഞു, ഈ തിരുമ്പലവിടെ നിൽക്കുക, കുട്ടികളെ സാധനങ്ങളൊക്കെ ബാഗിൽ ഒരേമാതിരി ആക്കി പാക്ക് ചെയ്ത് കൊടുക്കണം. മൂപ്പരിക്ക് നേരമില്ല, രാവിലെ തന്നെ പോകണം. ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് മൂപ്പരിക്ക് രാവിലെ തന്നെ പോകണം. അപ്പോൾ എന്നോട് പറഞ്ഞ് തിരുമ്പാൻ നിൽക്കല്ലേ, ഈ ഒന്ന് തിരുമ്പലൊക്കെ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനില്ല, തിരുമ്പാൻ നിന്നിട്ടില്ല മക്കളെ. ഈ പണിയും കഴിഞ്ഞ് പിന്നെ ഞാൻ അകത്തേക്ക് തന്നെ പോയി. അപ്പോൾ അന്താൻ ഓരോ കാരണങ്ങൾ പറയുകയാണ്. പോകണില്ലേ, ഞാനിവിടെ നിന്നോളാം, നിങ്ങൾ ഒറ്റക്കായി പോകില്ലേ, നിങ്ങളെ നോക്കാൻ ആരാണുള്ളത്, നിങ്ങൾ തലകറങ്ങി വീണാൽ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഹംദാനൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ കുട്ടികളെ സോക്സ് കാര്യങ്ങളെല്ലാം തിരഞ്ഞ് തപ്പിയെടുക്കുകയാണ് പൊന്നാര കുട്ടികളെ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓളിൻ്റെ മോളിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ഓക്കുള്ളതൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന പറഞ്ഞാൽ പോണും കുട്ടികളെ മാതിരി ആയിക്കോട്ടെ എന്ന് പറയും. ഓക്കായിട്ടൊരു ബാഗ് വേറെ തന്നെ വെച്ച്, ദിയമോക്കൊരു ബാഗ് വേറെ, അനാനിക്കും ഹംദാനിക്കും കൂടി പുതിയത് ഇടാനൊരു ബാഗ്, പഴയത് ഇടാനൊരു ബാഗ്, എല്ലാം കൂടി ഒരു 4-5 ബാഗ് റെഡിയാക്കിന്. വണ്ടിയിലോട്ട് കയറ്റിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മളിവിടുന്ന് ഓൻ്റെ വണ്ടിയിലേക്ക് അങ്ങോട്ട് കയറ്റി വെച്ചാൽ മതി. അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടുന്ന് ബാഗിലാക്കണ ഒരു പാടേ ഉള്ളൂ. അല്ലാതെ അവിടെ ചെന്നിട്ട് മക്കൾക്ക് അതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ കുട്ടികളെ ഇന്നറെല്ലാം കൂടി വലിയൊരു ബാഗിലാക്കി ഇവിടെ വെച്ച് തുണി കുപ്പായൊക്കെ അതിലും വെച്ച്. പക്ഷേ
ഇന്നറാക്കി വെച്ച ബാഗ് ഇവിടെ തന്നെ ആയിപ്പോയി മക്കളെ. ആകെ ബേജാറായിപ്പോയി എന്താ ചെയ്യാന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടി അകത്തേക്ക് വന്ന് നോക്കിയപ്പോൾ മോളെ ഗുളികൻ്റെയും മരുന്നിൻ്റെയും ബാഗ് അതും ഇവിടെ തന്നെ ആയിപ്പോയി. പിന്നെ ബേജാറായി. അപ്പം തന്നെ ഫോൺ ചെയ്ത് അപ്പോൾ ഒരു ഹൈലൈറ്റിൻ്റെ അവിടെ എത്തിയിട്ടേ ഉള്ളൂ. അച്ഛർക്ക് ഞാൻ എന്താക്കിയെന്നറിയാം, ഇവിടുന്ന് റോട്ടുമ്മലേക്ക് ഇറങ്ങി പിന്നെ സാധനം ബാഗെല്ലാം കൂടി എടുത്തൊരു പർദ്ദയിട്ട് റോട്ടുമ്മലേക്ക് ഇറങ്ങി ഓരോട് വെച്ച് എവിടെ ഉള്ളതെന്ന് പറഞ്ഞ് പറഞ്ഞ് തിരിച്ച് വരാൻ ഭയങ്കര ബ്ലോക്കാണ്, നമ്മളിവിടെ നിർത്തിയിടുക. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് ഞാൻ അത് കൊണ്ടുപോയി കൊടുത്ത് ഹൈലൈറ്റിൻ്റെ അടുത്തേക്ക് ഞാൻ ഓട്ടോയിൽ കയറിയിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ പിന്നെ ഒരു തിരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ അതങ്ങനെ കൊടുത്ത് അങ്ങനെ എല്ലാം കൂടിയും കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ വല്ല ഇടങ്ങാറായിനി. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അക്കം തന്നെ എടുത്തെടുത്തെടുത്ത് വേഗം സെറ്റ് ചെയ്തിട്ട് ഒക്കെ കൊലായിൻ്റെ അവിടെ കൊണ്ടുവെക്കണം. ഹാൻഡ് ബാഗ് വരെ കൊലായിൽ കൊണ്ടുവെക്കണം എന്ന് വിചാരിച്ചതാണ്, കൊലായി ഭാഗത്ത്. എന്നാൽ പിന്നെ ഒരുമിച്ചെടുക്കാമല്ലോ, അത് ഓരോ ഭാഗത്ത് വെക്കുമ്പോൾ മറന്നു പോകും. അങ്ങനെയൊക്കെ വിചാരിച്ചു. ഇതിന് അവിടെ പോയതിന് ശേഷം പിന്നെ ഒരു ഇന്നറൊക്കെ വേറെ വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയിൽ ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം ഇതേമാതിരി ഇന്നർ തീരെ എടുക്കാതെ മറന്നുപോയി. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊന്നും അത് ചെയ്യാതെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഞാൻ മക്കളെ. എല്ലാം ഞാനൊരു കൈകൊണ്ട് ആയി വരേണ്ട പൊന്നാര കുട്ടികളെ ഒന്നും പറയണ്ട. അപ്പോൾ ഓരോ ഭാഗത്ത് ഇതാ ഇവിടെ അവിടെ തന്നെ അവിടെ കൊണ്ട് വെച്ചാൽ എല്ലാം കട്ടുമ്പിലായി പോയാൽ പിന്നെ കട്ടിൻ്റെ അടിയിൽ പോയി അവിടെ വെച്ച് ഇവിടെ വെച്ച് മറന്നു കൊണ്ടായി വിചാരിച്ചിട്ട് എല്ലാം ഞാനത് നെക്കി പിടിച്ച് വലിച്ച് കൊണ്ടേ ഇട്ടിക്കണം മക്കളെ. ദിയമോളും കൂടുണ്ട് കേട്ടോ എൻ്റെ കൂട്ടത്തിൽ. അങ്ങനെയൊക്കെയാണ്. പിന്നെ പെൺകുട്ടികളാണെന്നിട്ട് കാര്യം പെൺകുട്ടികളെ കൊണ്ട് വല്ലാതെ വെയിറ്റ് ഉള്ളതൊന്നും എടുപ്പിക്കരുത് മക്കളെ. നമ്മളേതായാലും വയസ്സായി, ചെറിയ പെൺകുട്ടികൾ 13-14 വയസ്സുള്ള പെൺകുട്ടികളെ കൊണ്ട് വെയിറ്റ് കൂടുതലുള്ള സാധനങ്ങളൊന്നും എടുപ്പിക്കരുത്. കാരണം ഓരോ പ്രായം അതാണ്. അപ്പോൾ അതൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം കുറച്ചൊക്കെ ഒന്ന് വെയിറ്റ് താങ്ങണത് എടുക്കാൻ പറ്റുള്ളൂ, താങ്ങാൻ പറ്റാത്ത എടുക്കരുത്. അപ്പോൾ കുട്ടികൾ പോകാനായപ്പോൾ ഹനാനിക്ക് വല്ലാതെ ഒട്ടലും സങ്കടമൊക്കെ വേറെ. ഞാൻ പറഞ്ഞ ആകെ 4 ദിവസമല്ലേ ഉള്ളൂ, വേഗം പോകാൻ നോക്കി നിങ്ങൾ. ഷോലിക്ക് വാപ്പിൻ്റെ അടുത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, വാപ്പിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മക്കൾക്ക് 3 ആൾക്കും ഭയങ്കര കാര്യമാണ്. പിന്നെ എന്താ ചെയ്യുക മക്കളെ, പിന്നെ എല്ലാം ഓരോ സന്തോഷം സമാധാനം അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. എനിക്ക് അതേ പറയാനുള്ളൂ. ഒരു സന്തോഷത്തോടെ ഓരോ വീട്ടിൽ തന്നെ കഴിയണമെന്നാണ് ആഗ്രഹം. ഞാൻ വീണ് പോകും മക്കളെ. അങ്ങനെ എൻ്റെ മക്കളും ഞാനും കൂടി കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലും ഒന്നും പറയണ്ട. ഭയങ്കര കഥ. ചിടുങ്ങിൻ്റെ അടുത്ത് ഭയങ്കര ഹരാണ്. ചിടുങ്ങി തലയിൽ കൂടെ ഒക്കെ കയറും, ഒന്നും പറയണ്ട. അങ്ങനെ കുറേ കെട്ടിപ്പിടിക്കലും മടിയിലിരിക്കലും ഒക്കെ കഴിഞ്ഞ് ഓരോരുത്തർക്ക് ചെരുപ്പും അതും ഇതൊക്കെ കവറിലാക്കി കൊടുക്കുകയാണ് കുട്ടികളെ ഞാൻ. അങ്ങനെ ഓരോരുത്തരുടെ കൈമലും വണ്ടി റോട്ടുമ്മൽ വന്ന് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ ഫോൺ ചെയ്തപ്പോൾ പിന്നെ ഓരോന്ന് ഞാൻ അങ്ങനെ കൊണ്ടുപോയിക്കോളി മക്കളെ. ചെരുപ്പിൻ്റെ കവറാണ്, നീല കവർ. ഹനാൻ അതും കൊണ്ടാണ് പോണ്. അംദാൻ ഉമ്മീൻ്റെ കൈമൽ മരുന്നിൻ്റെ കവർ, മരുന്നിൻ്റെ ബാഗാണത്. മരുന്ന്, ഗുളിക, പിന്നെ ഓളെ സ്പ്രേ, എന്താണ് പിന്നെ ഇതിൻ്റെ എന്താ പറയുക വിക്സ്, പിന്നെ പനീൻ്റെ മരുന്ന്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എക്സസൈസിൻ്റെ ബോള്, കാര്യങ്ങൾ എക്സസൈസ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട് ആ ബാഗിൽ. അതെല്ലാം കൂടി ആയിട്ടാണ് എൻ്റെ ഹനാന് പോണത്. അങ്ങനെ എൻ്റെ കുട്ടികളൊക്കെ ഓരോ നേരത്തെ ഇറങ്ങൽ കഴിഞ്ഞ് ഇനി ദിയമോക്കുള്ളതൊക്കെ എടുത്ത് വെച്ചിങ്ങനെ. അപ്പോൾ ദിയമോള് വെയിറ്റുള്ള ബാഗൊക്കെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ട് ചെറുത് മക്കൾ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞ്. അങ്ങനെ അധികം വെയിറ്റുള്ളൊന്നും പെൺകുട്ടികളെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റില്ല മക്കളെ. അതും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം കൂടുതൽ വെയിറ്റുള്ളൊന്നും 13-12 വയസ്സുള്ള പെൺകുട്ടികളെ കൊണ്ട് തീരെ എടുപ്പിക്കരുത്. അപ്പോൾ ദിയമോൾ എനിക്ക് ഉമ്മൊക്കെ തന്ന് സ്നേഹത്തോടെ പോവുകയാണ്. ദിയമോൾ ഭയങ്കര സങ്കടത്തിലാണ്. ഒരു സങ്കടവും വേണ്ട, കാരണം അങ്ങനെയൊന്നും നടക്കൂല മക്കളെ. കാരണം ഓരോതായിട്ടുള്ള സന്തോഷത്തിൽ ജീവിക്കട്ടെ. കാലാകാലം ഇപ്പോൾ ഞാനുണ്ടാവുക. അപ്പം എൻ്റെ മോൾക്ക് ഞാൻ ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ്, അവൾക്ക് ഷൂ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങൾ കലാകാലം ഞാനുണ്ടാകും മക്കളെ നിങ്ങൾക്ക്. പിന്നെ ഞാൻ അതിനെപ്പറ്റി വല്ലാതെ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും പോകില്ല, വെറും കരച്ചിലായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞില്ല. കാലം കൊണ്ട് കാട്ടുമോളെ നല്ലോണം ഇട്ടുതരാം ഒന്നും പറയണ്ട. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മക്കളെ. അപ്പം നമ്മൾ എൻ്റെ മോള് ഡ്രസ്സൊക്കെ മാറി നല്ല ഉഷാറായിട്ട് എൻ്റെ മോള് ഒരുങ്ങിക്കിന് പോവാൻ. ഓക്ക് പിന്നെ പോണ കാര്യമായിരിക്കും ഭയങ്കര. എനിക്ക് ഇന്നലെ തുടങ്ങി ചെറുതായിട്ടൊരു ചുമയൊക്കെ മക്കളെ, എന്താണെന്നറിയില്ല. അപ്പോൾ ഏതായാലും മടിയില്ല, എൻ്റെ മക്കൾക്ക് പിടിക്കേണ്ട ഒരു പോയി വരട്ടെ. എനിക്ക് സൂക്കേടുണ്ട്, ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നതെന്നല്ലാതെ ഞാനൊരു നേരം കൂടിയും പനിയോ തലവേദന ആയിട്ട് കിടക്കൂല മക്കളെ. കിടക്കലില്ലേ കുട്ടികളെ കണ്ടിട്ട് കുട്ടികളെ നമ്മൾ കണ്ടില്ലേ അമ്മ, നിങ്ങൾക്ക് സുഖമില്ല, നിങ്ങൾ ഗുളിക കുടിക്കുന്നുണ്ടെന്നല്ലാതെ നിങ്ങളൊന്ന് വയ്യാതെ കിടക്കണേ നമ്മൾ കാണില്ല. ഇതിൻ്റെ ഇടയ്ക്കൊരു പനി പോലെ വന്നപ്പോൾ ഒന്ന് കിടന്നതെന്നല്ല, തല കറങ്ങിയപ്പോൾ കിടന്നതെന്നല്ലാതെ എനിക്ക് കിടക്കാനൊക്കെ ഭയങ്കര ബേജാറാണ് മക്കളെ. ഒരു നേരം ഞാൻ കിടന്നു പോയാൽ എൻ്റെ മക്കൾ കഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എൻ്റെ നീശമോക്ക് ഉമ്മൊക്കെ കൊടുത്ത് അവൾ കെട്ടിപ്പിടിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ബേജാറാകരുത്, മരുന്നും ഗുളിയൊക്കെ സമയത്ത് കുടിക്കണം. ദിയമോളെ ഏൽപ്പിച്ചിരിക്കുന്ന മരുന്നൊക്കെ ഗുളിക സമയത്തിന് എടുത്ത് കൊടുക്കണം. ഉമ്മീനെ ഓർമ്മാക്കിക്കണം ഗുളിക കൊടുക്കാനോ മരുന്ന് കൊടുക്കാനോ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞ്. അപ്പോൾ ഹനാൻ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഹനാൻ തിരിഞ്ഞ് പിന്നെയും കയറി വന്നിട്ട് എൻ്റെ അടുത്തേക്ക്. അംദാന് പാപ്പൻ്റെ പിന്നെ വണ്ടിയിൽ കയറി ഇരിക്കുന്നുണ്ട്. ഹനാനും പിന്നെയും ഒന്നും കൂടി കയറി വന്ന്. അങ്ങനെയാണ് മക്കളെ. പോയാലൊക്കെ തിരിച്ച് വരുന്നതാണ് പിന്നെ. അങ്ങനെ എൻ്റെ ദിയമോളത് വലിയ വെയിറ്റുള്ളതൊക്കെ എടുക്കുമ്പോൾ എനിക്ക് പേടിയാണ് മക്കളെ എൻ്റെ മോള്. അപ്പോൾ എൻ്റെ മോള് ഇറങ്ങിക്കുന്ന ഒരു ഓളൊരു ചെരുപ്പുണ്ട്, അതും എടുത്തിട്ട് ഓൾ ഇറങ്ങിയതാണ്. അങ്ങനെ വേഗമൊക്കെ എടുത്ത് പോവുകയാണ് കുട്ടികളെ. എനിക്ക് മനസ്സിനൊരു ബേജാറുണ്ട്, പക്ഷേ ഞാൻ ബേജാറൊന്നും കാണിക്കില്ലല്ലോ, ഒരു സന്തോഷത്തോടെ പോയി വരട്ടെ മക്കളെ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ മോൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും എനിക്കറിയാം. എന്നാലും ഞാൻ
ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മക്കളെ. അപ്പം എൻ്റെ മക്കളും എൻ്റെ മോളും ഒക്കെ പോയിക്കിന് മക്കളെ എല്ലാവരും